এটা মিনিমাম এক সপ্তাহেরও বেশি জল পড়েনি। প্রত্যেকটা দিন আমরা আমি জল দিই, প্রত্যেকটা দিন আমি জল দিই, আমি জানবো। এই ঘরের ঠাকুর അവരുടെ വീടിന്റെ മുറ്റത്തുള്ള ഒരു തുളസി ചെടിക്ക് അവർ ഇന്നേ ദിവസം വെള്ളം ഒഴിച്ചില്ല. ഇവർക്ക് എന്താണ് കാര്യം? ഇവരാരാണ് ഇതൊക്കെ ചോദിക്കാൻ? അതിനുശേഷം ഇവർ വീടിന്റെ അകത്തേക്ക് ഇടിച്ചു കയറണം. ആരോ വന്നത് നീ വീട്ടുകാർക്ക് അറിയില്ല. ആരോ വന്നിട്ട് പറയുന്നു തുളസി തറയിൽ വെള്ളം ഒഴിച്ചില്ല. അതിനുശേഷം ഇവർ വീട് പരിശോധിക്കാൻ വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. എന്നിട്ട് വീട്ടുകാരോട് പറയാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ പൂജാമുറി ഒന്ന് കാണണം. എന്തായാലും ഇവർ പൂജാമുറിയിലേക്ക് പ്രവേശിക്കുന്നു. പൂജാമുറിയിൽ പ്രവേശിച്ച ഇവർ ആ സ്ത്രീയോട് പറഞ്ഞെന്താരോ, ഇവിടുത്തെ ദൈവത്തിന്റെ ഫോട്ടോയിലും മറ്റൊക്കെ വൃത്തികേടായി കിടക്കുകയാണ്, ദൈവത്തിന്റെ വിഗ്രഹത്തിൽ അഴുക്ക് പിടിച്ചിരിക്കുകയാണ്, സത്യം പറഞ്ഞോ നിങ്ങൾ ക്രിസ്ത്യാനിയല്ലേ? നമ്മുടെ നാട്ടിലെ സാമൂഹിക അന്തരീക്ഷം നമുക്കെല്ലാവർക്കും വലിയ രീതിയിൽ ആശങ്കയുണ്ടാവുന്ന തരത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് മതസ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളായി കണക്കാക്കപ്പെട്ടിരുന്ന നമ്മുടെ രാജ്യത്ത് ഇന്ന് ആളുകളുടെ ജീവിതവും വിശ്വാസവും പോലും ആൾക്കൂട്ടങ്ങളുടെ നിരീക്ഷണ വിധേയമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നോർത്ത് ഇന്ത്യയിൽ നിന്ന് പ്രചരിച്ച ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് നോക്കാം. এটা মিনিমাম এক সপ্তাহেরও বেশি জল পড়েনি। প্রত্যেকটা দিন আমরা আমি জল দিই, প্রত্যেকটা দিন আমি জল দিই, আমি জানবো। সবাই তো বলছে আপনার পাড়াতে সবাই। আচ্ছা আচ্ছা দাঁড়ান, এক মিনিট দাঁড়ান। আপনাদের ঘরে ঠাকুর ঘরটা কথা আপনার ঠাকুর ঘরটা দেখা না ঠাকুর ঘরটা দেখা না এটা লেগে বলছি শুনুন না চুপ কর। আমি বলছি আপনার সবারই বাড়িতে তো একটা ঠাকুর ঘর থাকে, আপনার কোথায়? আমার ওই যে মাটির ঘরে আছে। কোথায় দেখাবেন চলুন? এই ঘরের ঠাকুর একটা জিনিস আপনি হয়তো ঝগড়া করছেন, আমরা বলছি তুলসী গাছটায় এখানে তো প্রমাণ হয়ে গেল তো। আপনি কি বলুন না আপনি কি খ্রিস্টান? বলুন না তুলসী গাছে জল পড়েনি, তুলসী গাছে কোনো ফুল নেই, কিচ্ছু নেই। উনি বললেন যে উনি নাকি খ্রিস্টান। কি করে আছে ঠাকুরই নাই তো। അതായത് നോർത്ത് ഇന്ത്യയിലെ ഒരു വീട്ടിലേക്ക് യാതൊരു അനുമതിയില്ലാതെ ഒരു സംഘം ആളുകൾ കടന്നു കയറുന്നു. എന്നിട്ട് അവരെന്താ ചെയ്താലോ, ആ വീടിന് ചുറ്റും നിരീക്ഷിക്കുക. ആ വീടിന്റെ പുറംഭാഗത്ത് എന്തൊക്കെയുള്ളത്, അവിടെ എത്തരത്തിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മാത്രമല്ല ആ അവസരത്തിലാണ് അവർ ഒരു തുളസിത്തറ കണ്ടത്. തുളസിത്തറ കണ്ട സമയത്ത് അവരെന്താ പറഞ്ഞാലോ, ഇന്നത്തെ ദിവസം ഈ തുളസിത്തറയിൽ വെള്ളമൊഴിച്ചില്ല. നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് യാതൊരു പരിചയമില്ലാത്ത ഏതൊക്കെയോ ആളുകൾ വരുന്നു. എന്നിട്ട് അവർ നമ്മോട് പറയുന്നു ഇന്ന് നമ്മുടെ വീടിന്റെ മുറ്റത്തുള്ള ചെടി നനച്ചിട്ടില്ല. നമ്മൾ നനയ്ക്കുകയോ നനക്കാതിരിക്കുകയോ ചെയ്യട്ടെ. അതിന് ഇവർക്ക് എന്താ കാര്യം? നാട്ടിലൂടെ വായി നോക്കി നടക്കുന്നവർക്ക് അവര് വന്നിട്ട് ചോദിക്കണം നമ്മളോട്, നിങ്ങൾ എന്തേ ഇന്ന് ചെടി നനക്കാഞ്ഞെന്ന്. ഇതിന് സമാനമായിട്ടുള്ള ഒരു സംഭവമാണ് വീഡിയോയിൽ കണ്ടത്. അവരുടെ വീടിന്റെ മുറ്റത്തുള്ള ഒരു തുളസി ചെടിക്ക് അവർ ഇന്നേ ദിവസം വെള്ളം ഒഴിച്ചില്ല. ഒരു പക്ഷേ അവർക്ക് വെള്ളത്തിന്റെ ക്ഷമ ഉണ്ടാവാം, അല്ലെങ്കിൽ അവർ മറന്നുപോയതാവാം, അല്ലെങ്കിൽ സാധാരണഗതിയിൽ അവർ വൈകുന്നേരം ആവാൻ നനക്കുന്നത്. എന്തായിക്കോട്ടെ, ഇനി അവർ നനക്കാറില്ല എന്ന് തന്നെ കൂട്ടിക്കോ. ഇവർക്ക് എന്താണ് കാര്യം? ഇവരാരാണ് ഇതൊക്കെ ചോദിക്കാൻ? അതിനുശേഷം ഇവർ വീടിന്റെ അകത്തേക്ക് ഇടിച്ചു കയറണം. ആരോ വന്നത് നീ വീട്ടുകാർക്ക് അറിയില്ല. ആരോ വന്നിട്ട് പറയുന്നു തുളസി തറയിൽ വെള്ളം ഒഴിച്ചില്ല. അതിനുശേഷം ഇവർ വീട് പരിശോധിക്കാൻ വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. എന്നിട്ട് വീട്ടുകാരോട് പറയാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ പൂജാമുറി ഒന്ന് കാണണം. എടാ, നമ്മുടെ വീട്ടിൽ പല മുറികളുണ്ടാവും. ഇതൊക്കെ പരിശോധിക്കാൻ വായി നോക്കി നടക്കുന്ന ആളുകളൊക്കെ ഇവരൊക്കെ ആരാ? എന്തായാലും ഇവർ പൂജാമുറിയിലേക്ക് പ്രവേശിക്കുന്നു. പൂജാമുറിയിൽ പ്രവേശിച്ച ഇവർ ആ സ്ത്രീയോട് പറഞ്ഞെന്താരോ, ഇത് പൂജാമുറി ഒന്നുമില്ല. എന്നിട്ട് അവർ പറയുന്നത് ഇവിടുത്തെ ദൈവത്തിന്റെ ഫോട്ടോയിലും മറ്റൊക്കെ വൃത്തികേടായി കിടക്കുകയാണ്, ദൈവത്തിന്റെ വിഗ്രഹത്തിൽ അഴുക്ക് പിടിച്ചിരിക്കുകയാണ്, സത്യം പറഞ്ഞോ നിങ്ങൾ ക്രിസ്ത്യാനിയല്ലേ എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ പറയുന്നത്. നമ്മുടെ വീട്ടിലെ പൂജാമുറി സംരക്ഷിക്കുന്നത് നമ്മളാണ്, വഴിയെ പോകുന്ന ആളുകളാണ് എന്താണ്. എന്നിട്ട് ഇവർ ചോദിക്കുന്നത് സത്യം പറഞ്ഞോ, ഭീഷണിപ്പെടുത്തുന്നത് സത്യം പറഞ്ഞോ നിങ്ങൾ ക്രിസ്ത്യാനിയല്ലേ. അതിൽ വേറൊരു കാര്യമുണ്ട്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യയിൽ വലിയ രീതിയിൽ ക്രിസ്തു മതത്തിലേക്ക് ആളുകൾ കൺവേർട്ട് ആകുന്നുണ്ട്.
കൺവേർട്ട് ആവുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ ഒരാൾ ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറിയാൽ ആ മാറുന്ന വിവരം അയാൾ മാത്രമേ അറിയുള്ളൂ. ഒരു പക്ഷെ അയാളുടെ ജീവിതാവസാനം വരെ അയാൾ മാത്രം, അല്ലെങ്കിൽ അയാളെ കുടുംബക്കാര്, അയാളെ വീട്ടിലുള്ളവർ മാത്രം അറിയുന്ന ഒരു കാര്യമായിരിക്കും. നോർത്ത് ഇന്ത്യയിൽ അത്തരത്തിലാണ് ഇപ്പോൾ മതമാറ്റം നടക്കുന്നത്. അതായത് ഈ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, ആ വിഭാഗം ആളുകളാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ സജീവമായിട്ട് വലിയ രീതിയിൽ കൺവേർഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഇവരെന്താ വിചാരിച്ചേ, ഇത്തരത്തിലുള്ള മതഭ്രാന്തന്മാർ വീട്ടിനകത്തേക്ക് കയറിയപ്പം ഇവർക്ക് തോന്നുന്നത് ഇത് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആണോ? എല്ലാവരും സംശയമാണ്. ഇനി ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആയെന്നൊക്കെ ഇവരാരോടൊക്കെ ചോദിക്കാൻ? നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് എങ്ങനെ ജീവിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കാൻ ഇവരാരാണ്? ഇത് ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്താ അറിയോ? നമ്മുടെ സ്വന്തം വീട്ടിനകത്ത് നമ്മുടെ സ്വന്തം വിശ്വാസങ്ങളെ വഴിയെ പോകുന്ന അലവലാദികളൊക്കെ വന്ന് ചോദ്യം ചെയ്യുന്നു. എത്ര ഭീകരമാണ് ഈ സാഹചര്യം. അങ്ങനെ ഗതി കെട്ടിട്ട് ഈ സ്ത്രീ ഇവരോട് പറയാണ്, ഞാൻ പോലീസിനെ വിളിക്കും ഇത്തരത്തിലൊക്കെ പെരുമാറിയാൽ എന്ന് പറഞ്ഞപ്പോൾ ഈ വന്ന ഗുണ്ടകൾ എന്താ പറഞ്ഞാലോ, നിങ്ങൾ വിളിക്കുക, പോലീസ് വരട്ടെ, അവന്മാരൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം, നിയമത്തിന്റെ ഒക്കെ മുകളിലാണ് ഞങ്ങൾ എന്നുള്ള ആത്മവിശ്വാസം ഇവരിൽ ഭയങ്കരമായിട്ടുണ്ട്. ഇതൊന്നും ഒരു ചെറിയ കാര്യമല്ല. നമ്മുടെ രാജ്യത്തെ ഒരു ഗ്രാമത്തിലാണ് ഇത് സംഭവിച്ചത്. ഇത് ഗ്രാമത്തിൽ ഒതുങ്ങുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? നമ്മളെ വിശ്വാസത്തെ, നമ്മുടെ സ്വകാര്യ ജീവിതത്തെ പോലും നമുക്ക് യാതൊരു പരിചയമില്ലാത്ത വഴിയിലൂടെ വായി നോക്കി നടക്കുന്നവനൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം എത്ര ഭീകരമാണത് ഒന്ന് ആലോചിക്കുക. ഇനി ഇത് ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ആരും വിചാരിക്കണ്ട കേട്ടോ. ഇതിനു മുമ്പും ഉത്തരേന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരെ ആൾക്കൂട്ട ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ദളിത് വിഭാഗത്തിനെതിരെ കൂട്ടമായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ക്രൈസ്തവർക്കെതിരെ കൂട്ടമായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കീഴ്ജാതിക്കാരുടെ കർശനമായിട്ടുള്ള വിവേചനങ്ങൾ ഇവരൊക്കെ നോർത്ത് ഇന്ത്യയിൽ പലയിടത്തും പല അവസരങ്ങളും നമ്മൾ കണ്ടതാണ്. അത്തരത്തിലെല്ലാം ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ ഒരു സംഭവം ഒറ്റപ്പെട്ടതാണെന്ന് പറയാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. പിന്നെ ചില ആളുകളൊക്കെ പറയുന്നത് അത് പിന്നെ ഉത്തരേന്ത്യയിലല്ലേ, ഉത്തരേന്ത്യ അങ്ങനെ തന്നെയാണ്, വിവരം കെട്ട ആൾക്കാരാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഉത്തരേന്ത്യ മാത്രം ഒതുങ്ങുന്ന സംഗതിയായിട്ടാണ് ഇവർ ചിത്രീകരിക്കുന്നത്. അത്തരക്കാരോട് എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ, ദക്ഷിണേന്ത്യയിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക, നിരീക്ഷിക്കുക. കാരണം ആശയങ്ങളുടെ വ്യാപനത്തിന് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിരുകളില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. ഒരു വ്യക്തി എങ്ങനെ പ്രാർത്ഥിക്കണം, വീട്ടിലെ പൂജാമുറി എത്തരത്തിൽ ക്രമീകരിക്കണം, ഏത് പ്രാർത്ഥനാ സൂക്തങ്ങളാണ് ആ വ്യക്തി ചൊല്ലേണ്ടത്, ഇതൊക്കെ തീരുമാനിക്കാൻ നാട്ടിൽ വേലയും കൂലിയും ഇല്ലാത്ത അലവലാദികൾക്ക് ആരാണ് അധികാരം നൽകിയത്? നമ്മുടെ വീട്ടിലെ ഒരു ചെടിച്ചട്ടിയിൽ അതിന് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ നാട്ടിലൂടെ വായി നോക്കി നടക്കുന്ന അലവലാദികൾക്ക് എന്താണ് കാര്യം? ഇത്തരം കാര്യങ്ങളൊക്കെ സമൂഹത്തിന്റെ നിരീക്ഷണത്തിന് വിധേയമാകുമ്പോൾ ഇത് മതസംരക്ഷണമാണോ അതോ സ്വകാര്യ ജീവിതത്തിലേക്കുള്ള ആളുകളുടെ കടന്നുകയറ്റമാണോ? ഇവർ മതത്തിന്റെ പേരിൽ പറഞ്ഞ് നടത്തുന്ന ഈ ആക്രമണങ്ങളെ എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കുക? നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ഒരു വ്യക്തിക്കുള്ള വിശ്വാസ സ്വാതന്ത്ര്യം വകവെച്ച് കൊടുക്കുന്ന ഭരണഘടനയാണ്. ഒരാളുടെ വിശ്വാസം ആരുടെ മുന്നിലും തെളിയിക്കപ്പെടേണ്ട യാതൊരു ബാധ്യതയും ഈ നാട്ടിലില്ല. അങ്ങനെയുള്ള രാജ്യത്താണ് കുറെ തെമ്മാടികൾ ഒരു അന്യന്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിക്കൊണ്ട് അവരുടെ സ്വകാര്യ ജീവിതത്തിൽ പോലും തലയിട്ട് അലമ്പാക്കുന്നത്. എത്ര ദയനീയമാണ്, എത്ര കഷ്ടമാണ് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്നോർത്ത് വളരെയധികം ദുഃഖം തോന്നുന്നു. ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നത് ജർമ്മൻ ലൂതർ പാസ്റ്റർ എന്ന ജർമ്മനിയിലെ ക്രൈസ്തവ പാസ്റ്ററെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ആ വാക്ക് നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: ആദ്യം അവർ സോഷ്യലിസ്റ്റുകളെ തേടി വന്നു, ഞാൻ മിണ്ടിയില്ല, കാരണം ഞാൻ സോഷ്യലിസ്റ്റ് അല്ലല്ലോ. പിന്നീട് അവർ ട്രേഡ് യൂണിയൻ പ്രവർത്തകരെ തേടി വന്നു, അപ്പോഴും ഞാൻ മിണ്ടിയില്ല, കാരണം ഞാൻ ട്രേഡ് യൂണിയന്റെ ഭാഗമല്ലല്ലോ. പിന്നീട് അവർ തേടി വന്നത് ജൂതന്മാരെയായിരുന്നു, അപ്പോഴും ഞാൻ മിണ്ടിയില്ല, കാരണം ഞാൻ ജൂതനല്ലല്ലോ. ഒടുവിൽ അവർ എന്നെ തേടി വന്നു, ആ സമയം എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലായിരുന്നു. ഇതാണ് ആ പാസ്റ്റർ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് തടവിൽ പിടിക്കപ്പെട്ടപ്പോൾ ലോകത്തോട് പറഞ്ഞൊരു കാര്യം. അദ്ദേഹം അങ്ങനെ പിടിക്കപ്പെട്ടപ്പോൾ ട്രേഡ് യൂണിയൻ പ്രവർത്തകരോ സോഷ്യലിസ്റ്റുകളോ ജൂതന്മാരോ അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചില്ല. എന്താ സംസാരിക്കാഞ്ഞ്? അവരൊക്കെ വേട്ടയാടപ്പെട്ട സമയത്ത് ഇദ്ദേഹം മൗനിയായിട്ടിരുന്നു. ഇദ്ദേഹം എന്താ വിചാരിച്ചെന്നറിയോ? എനിക്കിതൊന്നും ബാധിക്കില്ല, ഹിറ്റ്ലർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആളുകളെ മാത്രം വേട്ടയാടൂ എന്നാണ് ഇദ്ദേഹം വിചാരിച്ചത്. അവസാനം അദ്ദേഹത്തെയും ഹിറ്റ്ലർ പിടിച്ചു. നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും, എല്ലാ വിഭാഗം ജനങ്ങളും, എല്ലാ മതസ്ഥരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അനീതി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് മറ്റുള്ളവർക്ക് മാത്രം ഷെഡ്യൂൾ ചെയ്തൊരു സാധനമൊന്നുമല്ല. അങ്ങനെയാണെന്നുള്ള ധാരണയിൽ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് ലോക മണ്ടത്തരമാണെന്ന് മാത്രമല്ല, അത് അതീവ അപകടവുമാണ്. വെറുപ്പ്, അടിച്ചമർത്തൽ, ഇത്തരം കാര്യങ്ങളൊക്കെ ആദ്യം ഒരു പർട്ടിക്കുലർ വിഭാഗത്തിനെതിരെ തുടങ്ങാം. അത് ചിലപ്പം ന്യൂനപക്ഷങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കീഴ്ജാതിയിലുള്ള ആളുകൾക്കെതിരെ ആയിരിക്കാം. ഇത്തരത്തിലാണ് ഇത് ആരംഭിക്കുക. എന്നാൽ അത് അവിടെ അവസാനിക്കുന്ന ആരും വിചാരിക്കണ്ട. ഇത് അവിടെ ഒന്നും അവസാനിക്കില്ല. ഇതിന്റെ ആരംഭം മാത്രമാണ്. അത് അവിടെ അവസാനിക്കുമെന്ന് പറഞ്ഞ് പകൽക്കിനാവ് കണ്ട് മൗനസമ്മതം കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ, നിങ്ങൾ ഓർത്തോ, ഇത് അവിടെ അവസാനിക്കില്ല എന്ന് മാത്രമല്ല
ഇത് അവസാനം നിങ്ങളെയും തേടി വരും. നിങ്ങളെ തേടി വന്ന് നിങ്ങൾ അനുഭവിക്കുമ്പോൾ, മറ്റുള്ളവർ അനുഭവിച്ചപ്പോൾ നിങ്ങൾ പാലിച്ച മൗനമുണ്ടല്ലോ, അത് മറ്റുള്ളവരും പാലിക്കും. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്തൊരു സാഹചര്യം ഈ നാട്ടിലുണ്ടാവും. ഇന്നേ വരെ ലോകത്ത് നടന്ന എല്ലാ ചരിത്രങ്ങളിലും ഇത് തന്നെയാണ് പാഠം. അതുകൊണ്ട് അനീതി എവിടെ കണ്ടാലും അവന്റെ ജാതിയോ മതമോ വംശമോ നോക്കാതെ അതിനെ എതിർക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ സാമൂഹിക കടമയാണ്. ഏറ്റവും കുറഞ്ഞത് അതിന് മൗനസമ്മതം പോലും നൽകാതിരിക്കുക എന്നുള്ളതാണ് ഒരു പൗരൻ എന്നുള്ള രീതിയിൽ, ഒരു നല്ല മനുഷ്യൻ എന്ന രീതിയിൽ നമ്മളൊക്കെ ചെയ്യേണ്ടത്. എത്ര പേര് അത് പാലിക്കുന്നുണ്ട് എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അനീതിയെ എതിർക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കടമ. ആ സമയം മൗനം പാലിച്ചാൽ ഈ അനീതി നാളെ നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ സമൂഹം നിങ്ങൾക്ക് നേരെയും മൗനം പാലിക്കും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ ഇവിടെ പറയുന്നു.